മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി മുഖ്യമന്ത്രി എറണാകുളത്ത് നടത്തിയ ചർച്ചയിൽ പറഞ്ഞ ആരെയും ഇറക്കിവിടില്ല എന്നുള്ള ആശ്വാസവാക്കുകളല്ല വേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ഹിന്ദു ഐക്യവേദി ചെറായിൽ സംഘടിപ്പിച്ച മുനമ്പം ഭൂസംരക്ഷണ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പ്രസിഡന്റ് സാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, ബിജു, MC സാബു, EG മനോജ്, K സുന്ദരൻ, KV ശിവൻ, യമുന വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബുജി, ഏവർക്കും പ്രിയങ്കരിയായ വേദിയുടെ നെടുന്തൂണായ ശ്രീമതി KP ശശികല ടീച്ചർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സജ്ജനങ്ങളിൽ ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ പ്രതിസന്ധിയിലായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന സമയത്ത് മുനമ്പത്തെ 600-ലേറെ കുടുംബങ്ങൾക്ക് ഒരാശ്രയമായി ഹിന്ദു ഐക്യവേദിക്ക് മാറാൻ കഴിയണം എന്ന് ചിന്തിച്ച സമയത്ത് നേരത്തെ ആഭാപിച്ച് സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വവുമായും അതുപോലെ ജില്ലാ നേതൃത്വവുമായും ഒക്കെ കൂടിയാലോചിച്ച് അതിന്റെ ഫലമായി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനത്തിൽ എത്തുകയുണ്ടായി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയ സമയത്ത് ഇതിന്റെ ഭീകരത എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങളിലൂടെ കേരളക്കരയിൽ ആകമാനം ഈ ഒരു വിഷയത്തെ എത്തിക്കണം എന്ന് ചിന്തിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദി ഒരു ജനകീയ കൺവെൻഷൻ ഈ കഴിഞ്ഞ 8-ാം തീയതി എറണാകുളത്ത് വെച്ച് നടത്തുകയുണ്ടായി. കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനകൾ, നിരവധിയായിട്ടുള്ള ഹൈന്ദവ നേതൃത്വങ്ങൾ, നിരവധിയായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ ആശയങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി എറണാകുളം കരൂര് AJ ഹാളിൽ വെച്ച് ഗംഭീരമായിട്ടുള്ള ഒരു ജനകീയ കൺവെൻഷൻ നടന്നു. യഥാർത്ഥത്തിൽ ആ ജനകീയ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ആയിട്ടാണ്. നമുക്കിപ്പോ വകുപ്പിന്റെ സൈറ്റിൽ നോക്കിയാൽ നമുക്കറിയാം, വകുപ്പ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈറ്റ് ഉണ്ട്. ആ വകുപ്പ് അസറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നമ്മൾ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെല്ലാനം കിടക്കുന്നുണ്ട്. ചെല്ലാനത്തിന് മെഷർമെന്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ചെല്ലാനം അവരുടെ അധീനതയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി ലിസ്റ്റുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നിയമം ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനതല കൺവെൻഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിയമം റദ്ദ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ വന്നിട്ട് രാഷ്ട്രീയക്കാര് ഇവിടെ വന്നിട്ട് ആ പാവങ്ങളോട് പറയും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം, നിങ്ങൾ ഒഴിയേണ്ടി വരില്ല എന്നൊക്കെ പറയുകയും നിയമസഭയിൽ കൈയെടുത്ത് പാസ്സാക്കി ഇത് ബില്ലിന് എതിരായിട്ട് പാസ്സാക്കി പ്രമേയം പാസ്സാക്കി അയക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ നിങ്ങളൊരു അഫിഡവിറ്റ് കൊടുക്ക്, ഒരു സത്യവാങ്മൂലം കൊടുക്ക്. ഇത് ഗവൺമെന്റ് കൊടുക്കട്ടെ. ഗവൺമെന്റ് സ്റ്റേറ്റ് ഓഫ് കേരള അതിൽ കക്ഷിയാണല്ലോ. സ്റ്റേറ്റ് ഓഫ് കേരള കൊടുക്കട്ടെ. പ്രതിപക്ഷ നേതാവ് കക്ഷിയായിട്ടാവില്ല, പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇംപ്ലീഡ് ചെയ്യട്ടെ. ഇംപ്ലീഡ് ചെയ്തിട്ട് അവർ അവിടെ പറയട്ടെ, കോടതിയിൽ പറയട്ടെ. ഹൈക്കോടതിയെ സംബന്ധിച്ചോളം ഈ ബില്ലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഹൈക്കോടതിയിൽ തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സമഗ്രമായ ഈ ബില്ലില് മാറ്റം വരുത്താതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഈ ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഹിന്ദു ഐക്യവേദിയുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. മുൻപ് ഞങ്ങളിലൂടെ ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ആശങ്കകൾ മുഴുവൻ വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചുണ്ടിൽ തപ്പിക്കളിക്കുന്ന
ഒരു കവിതയുടെ ആദ്യ ഭാഗമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമില്ലാത്ത ജീവനും അടക്കം എല്ലാവരും ഒരുമിച്ച് ആശങ്കപ്പെടുന്നൊരു കാര്യമാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? വഖഫ് ബോർഡിന്റെ ഭീകരതയുമായി ബന്ധപ്പെട്ട കരിനിയമം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നമ്മളിവിടെ കൂടുന്നു. നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നെടുത്ത് പറയുമ്പോൾ അതിനൊരു അപാകത ഇല്ലേ എന്ന് തോന്നിപ്പോകാം. പക്ഷേ അപാകതയില്ല. നേരത്തെ സാബുശാന്തി പറഞ്ഞതുപോലെ ഞങ്ങള് മുനമ്പത്ത് ചെന്ന് അവിടെ സമരത്തിലിരിക്കുന്ന സമര പോരാളികൾക്ക്, ആ കുടുംബാംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ ഒരു കെട്ട് കടലാസുമായി 3-4 പേര് വന്നേ. അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നത്, ഇടമുട്ടം ഭാഗത്തുനിന്ന് വന്നത്. കടലാസിൽ പേരെഴുതി ഒപ്പിട്ട് ഫോൺ നമ്പർ വെച്ച് കടലാസിൽ കൈമാറിയ ആളുടെ പേര് ഹംസ. ഹിന്ദു ഐക്യവേദി ടീമിനെ തെരഞ്ഞ് കൊടുങ്ങല്ലൂർ ഇടമുട്ടത്തു നിന്ന് വന്ന് രേഖ കൈമാറിയത് ഒപ്പിട്ട് വെച്ചിരിക്കുന്ന നാളെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തന്നിരിക്കുന്ന ആളുടെ പേര് ഹംസ. അതാണ് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്ത ജീവനും ഒക്കെ പ്രശ്നം. കാരണം അവരുടെ ഒക്കെ ഭൂമിക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് മാനന്തവാടി അടുത്ത തലപ്പുഴയിൽ 5 വീട്ടുകാർക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിയത് 4 മുസ്ലിങ്ങളാണ്. 4 കുടുംബവും മുസ്ലിം കുടുംബമാണ്, ഒരു കുടുംബമേ ഹിന്ദു കുടുംബമാണ്. അപ്പോ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കൾ എന്ന് പറഞ്ഞത് മാതിരി ഈ ഭീഷണി എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരുപോലെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമായി പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നു. ഒരു മനുഷ്യന് അവന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ അവന്റെ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. ഇത് നമ്മളെ മനസ്സിലാക്കി തന്നത് ഇവിടെ രാഷ്ട്രീയക്കാരും. കാരണം അവരിപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തില്. കേരളം ഇത് കേരളമാണ്, ഇത് കേരളമല്ല, ഇത് കേരളമാണ്. കാരണം എന്താ? ആദ്യമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ, കർഷക ബന്ധമില്ല അവതരിപ്പിച്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങും. ഇന്നലെ രാവിലെ പാലക്കാടെങ്ങാണ്ട് ഗോവിന്ദമാഷ പത്രസമ്മേളനമാണ്. ഗോവിന്ദമാഷ നിരപരാധനമായ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലെ 1957 TMS മന്ത്രിസഭ അധികാരത്തിൽ കയറി ഞങ്ങൾ ഇത്രാം തീയതി ഞങ്ങള് ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കി, നിയമം പാസാക്കി. പിന്നെ 69 EMS സർക്കാർ കയറി വന്നപ്പോൾ കത്തിക്കറി ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളിവിടെ ഒരു കൂട്ടിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു കൂട്ടിനെ ഇല്ലാതാക്കിയത് സ്വതസിദ്ധമായ ശൈലി അങ്ങനെ തിരിച്ചു. ഞങ്ങളൊരു കൂട്ടിനെ ഇവിടെ വംശനാശ ഒരു വർഗത്തെ ഇല്ലാതാക്കിയിട്ടില്ല. പലവർഗത്തെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്കറിയാം. ഇത് ഏത് വർഗമാണ്? നിങ്ങൾ പറയുന്നത് പത്രക്കാർ വരുമ്പോ പത്രക്കാരെന്താ കൊടുത്തില്ല? ജന്മിമാരെന്ന വർഗത്തിന്. അപ്പൊ ജന്മിമാരെന്ന വർഗത്തെ ഗളച്ഛേദം ചെയ്തു എന്നതിന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഇപ്പോഴും അഭിമാനിക്കുന്ന നാടാണ് കേരളം. അതിലൂടെ അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഇവിടെയുള്ള സാധാരണക്കാരന് അന്തസ്സും അഭിമാനവും ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ ആരും ഒരിക്കലും കടപ്പാട് വിശ്വസിക്കും. അറബിക്കടലിൽ പോയിട്ട് ആകാശത്തോടും കെട്ടിയിട്ടില്ല. ഭൂമിന്റെ പക്ഷെ വല്ലവരെയും പങ്കിലാവുന്നേ ഉള്ളൂ. ജന്മിമാരുത് അവിടെ വീട്, നീ അവിടെ കുടിൽ കെട്ടിക്കോ, കുപ്പാടെ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടാം. നീ അവിടെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാം. തമ്പരാന് തിരുവുള്ള കേട് ഇല്ലാത്തോടത്തോളം കാലം ആർക്കൊരു ആക്ഷേപമില്ല. അവര് തലമുറകളായിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ജീവിച്ചു വരും. അവർക്ക് ശവം സംസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കും. അവർക്ക് അതൊക്കെ ചെയ്യും. പക്ഷെ എപ്പോഴെങ്കിലും തമ്പ്രാനും അടിയാനും തമ്മിലുള്ള ബന്ധം പോയാൽ ചവിട്ടി പുറത്താക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ അന്നും അവരുടെ കടപ്പാടുണ്ട്. അത്തരം ഒരു കടപ്പാട് മതിയോ മുനമ്പം നിവാസികളടക്കം ഈ വഖഫ് ബോർഡ് ഭീഷണി കിട്ടിയവർക്കൊക്കെ? പണ്ട് ജന്മിമാര് നീ അവിടെ കെട്ടിക്കോ, ഞാൻ അവർക്കില്ല, നീ അവിടെ വീട്ടിക്കോ, ഇപ്പുറത്തെ ശവവും വെച്ചോ, ഇപ്പുറത്തെ കൃഷിയും ചെയ്തോ എന്ന് ജന്മിമാര് വാക്കാൻ പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ വഖഫിന്റെ ഭൂമി നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി സമര നേതാക്കളുമായി കണ്ടു. പറഞ്ഞു നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് പറയാൻ സാധിക്കും നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല എന്നുള്ളത്? ഒഴിപ്പിക്കാതിരിക്കണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള നിയമം വേണ്ടേ? ഇരുട്ടുകൊണ്ട് വോട്ട് വെച്ചാൽ മതിയോ? തൽക്കാലം നിങ്ങൾ ഇറങ്ങിപ്പോണ്ട, അല്ലെ? ഞങ്ങളുടെ വോട്ടിനെ ബാധിക്കണമെന്നാണ് പ്ലീസ് എന്ന് വഖഫ് ബോർഡിനോട് കുഞ്ഞാലിക്കുട്ടിമാര് കരഞ്ഞു പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രശ്ന പരിഹാരത്തിന് അടിയെ ലക്ഷിപ്പോന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി. ബാധ്യകളൊക്കെ ഇതുപോലെ തൽക്കാലം ഒരു അടക്കം വെച്ചിട്ട് ബാധ്യ അവിടെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ബാധ്യയാണോ?
നാളെ ബാലയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഇതിന്റെയൊക്കെ തൽക്കാലത്തെ വാക്കുകളുണ്ട്, അല്ലെങ്കിൽ തൽക്കാലത്തെ സുഖമുണ്ട്. ശരി, ഇപ്പൊ വക്കപ്പോടെ എവിടേക്ക് നോട്ടീസ് അയക്കുന്നില്ല, നിങ്ങളെ ആരും ഇറക്കി വിടുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഭൂമി ഇവരുടെ സ്വന്തമാകുമോ? ഇവരെവിടെയെങ്കിലും ഒരു ബാങ്കിൽ ലോണിന് ചെന്നാൽ ഈ ആധാരം സ്വീകരിക്കുമോ? ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഇനി ആ ആധാരമെന്നല്ല, ഇപ്പൊ കേരളത്തിൽ ഭൂമി വിൽക്കാൻ വാങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇല്ലേ, മറ്റേ പോക്കുവരവ് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ 100 രേഖകളൊന്നും നിൽക്കണമെങ്കിൽ ആ കൂട്ടത്തിൽ ഇനി ഇവിടെ ഭൂമി കൈമാറ്റം നടക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നിർബന്ധമാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വഖഫ് ബോർഡിന് ഒരു അവകാശമില്ല. അപ്പൊ വഖഫ് ബോർഡിന്റെ കത്തുകൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ ഇന്ന് വ്യാപാരവും വാണിജ്യവും നടക്കണമെന്നുണ്ടെങ്കിൽ ഹലാൽ മുദ്ര കിട്ടണമെങ്കിൽ ഹലാൽ കമ്മിറ്റികൾക്ക് പൈസ കൊടുക്കണം. പല ഉൽപ്പന്നങ്ങളും നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഹലാൽ മുദ്ര കിട്ടണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഹലാൽ മുദ്ര വാങ്ങിക്കണം. ഇതുപോലെ നാളെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ശേഖരിക്കേണ്ടുന്ന രേഖകൾക്കൊപ്പം കേരളത്തിലെ എല്ലാ ഭൂമിക്കും, കേരളത്തിലല്ല ഭാരതത്തിലെ മൊത്തം എല്ലാ ഭൂമിക്കും ഇതിന് വഖഫ് ബോർഡിന് അവകാശമില്ല എന്ന് വഖഫ് ബോർഡിനെ കൊണ്ട് സാക്ഷ്യപത്രം കൊണ്ടുവരിച്ചാൽ മാത്രമേ ഇവിടെ ലോൺ എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് വന്നാൽ, 5 സെന്റ് ഭൂമി വിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് വന്നാൽ വഖഫ് ബോർഡിന്റെ അടിമകളായി മാറുകയല്ലേ കേരളത്തിലെ ജനത? ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരുമാകട്ടെ, ഒരു ഭൂമി കൈമാറ്റം നടക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ അനുമതി വേണമെന്ന് വന്നാൽ അതൊക്കെ എടുത്തോ, ആ കാണുന്നതൊക്കെ എടുത്തോ എന്ന് നമ്പൂരി പറഞ്ഞത്രേ. അങ്ങനെ നരിക്കോട്ട് മണിക്കിന് ഏതോ നമ്പൂരി വഖഫ് ഇന്നത്ര 600 ഏക്കർ കഴിഞ്ഞില്ലേ, 600 ഏക്കർ വഖഫ് ചെയ്ത നമ്പൂരിക്ക് വഖഫ് ചെയ്തിട്ടൊന്നുമല്ല, കിട്ടേണ്ട ധൃതി പിന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പള്ളിയുമായി ഗുസ്തിയായിരുന്നു നരിക്കോട്ട് മണി പള്ളി കൂടിയിട്ട് കേസ് കൂട്ട. ഈ 600 ഏക്കറിന്റെ അല്ല കേട്ടോ, വേറെ 167 ഏക്കറുടെ മുകളില് നരിപ്പറമ്പ് മണിയും പള്ളിയും തമ്മിൽ ഗുസ്തിയായി അവസാനം ഹൈക്കോടതി സെറ്റിൽമെന്റിലെത്തി. 67 ഏക്കർ പാവം നമ്പൂരിക്ക് 100 ഏക്കർ പള്ളിക്ക്, 67 ഏക്കർ പാവം നമ്പൂരിക്ക് 100 ഏക്കർ പള്ളിക്ക് കിട്ടി. അങ്ങനെ നമ്പൂരിക്ക് പണി കൊടുത്തതിന്റെ പുറത്താണ് ഇപ്പൊ ബാക്കി 600 ഏക്കർ ഏതാണ്ട് കാലത്ത് ഈ നമ്പൂരി വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ ജീവിക്കണേ? വെള്ളരിക്കാപ്പട്ടണത്തിലാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഇവരൊക്കെ നബുസട്ടി പറഞ്ഞതുപോലെ ഇസ്ലാമിക വിശ്വാസിക്കായിരുന്നു വഖഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. 2013 ഈ ഭേദഗതിയാണ് തലമുറ കുടിക്കുന്നത്. കാരണം നമ്മുടെ മതമാനിക്കൊന്നുമില്ല. നമ്പൂരി കൊടുത്തു തന്നെയാ പറയുന്നത്. മറ്റേ തേരമാമിരമാരുടെ കള്ളക്കഥമായി മക്കത്തുപോയ നമ്പൂരി മക്കത്തുപോയ കഥയൊന്നുമില്ല. നമ്പൂരി മകത്താറിയില്ല. ഇവിടെ കള്ളക്കഥ ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കഥയൊന്നുമില്ല. കണ്ണിക്കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നമ്പൂരി 2013 ഭേദഗതി പ്രകാരമാണ് ആ 100 ഏക്കർ കുടിക്കുന്നത്. കാരണം ഏത് മതവിശ്വാസിക്കും വഖഫ് ചെയ്യാം. ഇസ്ലാമിക വിശ്വാസി തന്നെ ഇപ്പോഴൊന്നില്ല, ഏത് മതവിശ്വാസിക്കും വഖഫ് ചെയ്യാം. അവര് വാങ്ങിക്കൂട്ടിയ ആ ഭൂമി ഒരു സുപ്രഭാതത്തില് വഖഫിന്റെ നീരാളിപ്പിടുത്തം മുറുക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരുടെ പിന്തുണയോടുകൂടിയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എക്കാലത്തും ഭീകരതയെ പാലൂട്ടി വളർത്തിയ ഇടതും വലതും മുന്നണികൾ ഈ വഖഫിന്റെ ഭീകരതയ്ക്കും പിന്തുണ കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് വഖഫിന്റെ ഈ കരിനിയമം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇത്തരം സമ്മേളനങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് വഖഫിന്റെ ഈ കരിനിയമം റദ്ദ് ചെയ്യണം എന്നാണ്. വഖഫിന്റെ ഈ ഭീകരത അതെന്നേക്കും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമ്മേളനം നടത്തുന്നത്. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മുനമ്പം ഭൂസംരക്ഷണ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ PC ബാബു അവർകളാണ്. PC ബാബുജിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ മുനമ്പം സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്
കേരളത്തിലെമ്പാടും ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ട് വള്ളുവനാടൻ ഭാഷയില് തന്റെ വാഗ്ദാരണി കൊണ്ട് പൊതുസമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ നാവായി മാറിയിട്ടുള്ള കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ശ്രീമതി കെ പി